നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ്, അതായത് ഫോർ വൈൽ ഇങ്ങനെയുള്ള ലൂപ്സ് നമ്മളുടെ പൈത്തണിൽ എങ്ങനെ യൂസ് ചെയ്യും, അതിന് എന്തെല്ലാം ആപ്ലിക്കേഷൻ ഉണ്ട്, ഏതെല്ലാം കേസുകളിലാണ് അത് യൂസ്ഫുൾ ആവുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകണം. നമുക്ക് ഫസ്റ്റ് വൈൽ ലൂപ്പ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാംസ് കുറച്ച് നോക്കാം. സോ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. നമുക്കിപ്പോൾ ഒരു 123 എന്നുള്ള നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ ഡിജിറ്റും, അതായത് 1 സെപ്പറേറ്റ് ചെയ്യുക, 2 സെപ്പറേറ്റ് ചെയ്യുക, 3 സെപ്പറേറ്റ് ചെയ്യുക, ഈ ഡിജിറ്റ്സിൻ്റെ സം കണ്ടുപിടിക്കുക. 1 + 2 + 3, 3 + 2 5 കിട്ടും, +1 6 കിട്ടും. 6 കിട്ടണം നമ്മുടെ റിസൾട്ട്. സം ഓഫ് ഡിജിറ്റ്സ് എത്രയാണെന്ന് വെച്ചാൽ. സോ ഫസ്റ്റ് നമുക്ക് ആ നമ്പർ ഏതാണ് 123 എന്ന് പറഞ്ഞ നമ്പറിനെ ഇൻപുട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. ബ്രാക്കറ്റിനുള്ളിൽ എൻ്റർ ചെയ്യാൻ നമ്പർ എന്ന് എഴുതി കാണിച്ചു, നമ്മൾ നമ്പർ കൊടുത്തു. കിട്ടിയ നമ്പർ നമുക്കറിയാം സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അതിന് എന്താക്കി കൺവേർട്ട് ചെയ്യണം, ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്യണം. സോ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ കൺവേർട്ട് ചെയ്ത ഇൻറ്റിജറിനെ ഈ നം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഈ ഇതിലെ ഓരോ ഡിജിറ്റ്സിനെയും ആഡപ്പ് ചെയ്ത് എടുത്താലേ ഉള്ളൂ ലാസ്റ്റ് നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആഡപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യണം, ദാറ്റ് ഈസ് ടോട്ടൽ ഈക്വൽ ടു 0. നമ്മൾ ഈ ടോട്ടലിൻ്റെ വാല്യൂ നമ്മളുടെ വന്നിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ലൂപ്പിനുള്ളിൽ പോകുമ്പോൾ. ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേ കണ്ടീഷൻ ഉണ്ടാവും, ഒരു എൻഡിങ് കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ടെർമിനേഷൻ കണ്ടീഷൻ ഉണ്ടാവും. ഈ കണ്ടീഷൻ ഫെയിൽ ആവുന്നത് വരെ ആ ലൂപ്പിനുള്ളിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ടോ അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്കറിയാം വൈൽ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലൂപ്പ്. ഈ വൈലിനെ ഫോളോ ചെയ്ത് കാണുന്നതാണ് നമ്മുടെ ടെർമിനേഷൻ കണ്ടീഷൻ. സോ വൈൽ നം ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ നമ്പറിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈഫിൽ പറഞ്ഞ പോലെ തന്നെ വൈലിൻ്റെ എൻഡിൽ എന്തുണ്ട്, ഒരു കോളൻ സിമ്പൽ ഉണ്ട്. സോ ഫസ്റ്റ് നമ്മളുടെ കണ്ടീഷൻ നമ്മൾ എഴുതി, വൈൽ നം ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള നമ്പർ 0യേക്കാളും ഗ്രേറ്റർ ആയിരിക്കും എന്നുള്ളത്തോളം നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഈ പ്രോസസ്സിനുള്ളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ നം മോഡ് 10 ഇറ്റ് എക്സ്ട്രാക്ട്സ് ദ ലാസ്റ്റ് ഡിജിറ്റ്. ഇപ്പോൾ 123 ആണെങ്കിൽ 123 മോഡ് 10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 123നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിമൈൻഡർ 3 കിട്ടും. 12 × 10 120 + 3, സോ റിമൈൻഡർ ഈക്വൽ ടു 3. അപ്പോൾ ആ റിമൈൻഡർ അല്ല 3 ആണ് നമുക്കിവിടെ ഡിജിറ്റിലേക്ക് കിട്ടുക. എന്നാൽ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. 123ലെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 3 നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഇവിടെ കിട്ടി. അപ്പോൾ ഈ 3 നമ്മുടെ സമ്മിനുള്ളിലേക്ക് ആഡ് ചെയ്യണമല്ലോ. 3 + 2 + 1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടോട്ടൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഈ 3യുടെ വാല്യൂ ആഡ് ചെയ്യുന്നു. സോ ടോട്ടൽ പ്ലസ് ഈക്വൽ ടു ഡിജിറ്റ്. ഇനി ഈ പ്ലസ് ഈക്വൽ ടുവിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഡിജിറ്റ് എന്ന് തന്നെയാണ് എൻ്റെ മീനിങ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് മീൻ ചെയ്യുന്നത് ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഡിജിറ്റ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതാം, ടോട്ടൽ പ്ലസ് ഈക്വൽ ടു ഡിജിറ്റ്. ഇപ്പോൾ ഈ നൊട്ടേഷൻ അറിയില്ല എന്നുള്ളവരെല്ലാം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ഇങ്ങനെ എഴുതിയാലും മതി, ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഡിജിറ്റ്. ടോട്ടലിൽ ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്, 0 ഉണ്ട്. 0യുടെ കൂടെ നമ്മളിപ്പോൾ ഡിജിറ്റിൽ എന്ത് കിട്ടി, 3 കിട്ടി. സോ 0 + 3 3 നമ്മൾ ആഡ് ചെയ്തു, ടോട്ടലിലേക്ക് ആ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ടോട്ടലിൽ ഇപ്പോൾ എന്ത് വാല്യൂ ഉണ്ട്, 3 ഉണ്ട്. നം ഈക്വൽ ടു നം ബൈ 10. ഈ ഒരു സിമ്പിൾ ഞാൻ നേരത്തെ വേറെ പ്രോഗ്രാമിൽ പറഞ്ഞതാണ്, ഫ്ലോർ ഡിവിഷനാണ് ഈ ഡിവിഷൻ്റെ മീനിങ്. ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ താഴെയുള്ള വാല്യൂയിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്പറിൽ നമുക്കറിയാം 123 ആണുള്ളത്. സോ 123 ഡിവൈഡ് ബൈ 10 ചെയ്താൽ നമുക്ക് എന്ത് കോഷ്യൻ്റ് കിട്ടും, 12 ആണ് കിട്ടുക. റിമൈൻഡർ 3യും കിട്ടും. സോ ആ കോഷ്യൻറ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ലാസ്റ്റ് ഡിജിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലോർ ഡിവിഷൻ യൂസ് ചെയ്യുന്നത് യൂസിങ് 10. അപ്പോൾ 123 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിന് താഴത്തെ വാല്യൂ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ താഴേക്ക് റൗണ്ട് ചെയ്തെടുക്കുന്നു, അതായത് 12 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എടുക്കുന്നു. 12 പോയിൻറ്റ് സംതിങ് ആയിരിക്കും നമുക്ക് കിട്ടുക, അതിന് പകരം നമ്മൾ ആ 12 എടുക്കുന്നു, എന്നിട്ട് അത് നമ്പറിലേക്ക് തന്നെ സ്റ്റോർ ചെയ്തു. സോ നമ്മിൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് 123 ആയിരുന്നത് എന്താക്കി മാറ്റി, ആ 3നെ റിമൂവ് ചെയ്തിട്ട് 12 എന്നാക്കി മാറ്റി. അപ്പം ഈ ലൂപ്പിനുള്ളിൽ, അതായത് വയലിനുള്ളിൽ കയറി നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് കൺട്രോൾ പോകാമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ തിരിച്ച് വീണ്ടും വയലിലേക്ക് പോകും. ഇവിടെ ചെന്നിട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും. നമ്പർ ഇപ്പോൾ എത്രയാണ് നമ്മൾ മാറ്റിയത്, 123 നമ്മൾ 12 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെന്ന് 12 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി, ആണല്ലോ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യണം. സോ ഡിജിറ്റ് ഈക്വൽ ടു നം മോഡ് 10. നമ്മളിപ്പം 12 ആണുള്ളത്. സോ 12 മോഡ് 10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ വാല്യൂ കണ്ടുപിടിക്കുക. സോ 12നുള്ളിൽ ഒരു 10 ഉള്ളൂ. സോ കോഷ്യൻ്റ് ഈക്വൽ ടു 1 ആൻഡ് റിമൈൻഡർ ഈക്വൽ ടു 2. അപ്പോൾ നമ്മളുടെ 12ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടലിൻ്റെ കൂടെ ആ ഡിജിറ്റും കൂടി ആഡ് ചെയ്യണം. സോ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഡിജിറ്റ്. ടോട്ടൽ ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്, നമ്മൾ നേരത്തെ 3 അതിനുള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. സോ 3 +
ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ എത്രയായിരുന്നു? 2 അല്ലായിരുന്നു. സോ 3 + 2 എന്ന് പറയുമ്പോൾ എന്തായി? 5 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ടോട്ടലിലേക്ക് എത്തി. നെക്സ്റ്റ് നം ഈക്വൽ ടു നം ബൈ 10. അപ്പോൾ നമ്മുടെ 12 ആണ് ഇപ്പോൾ നമ്പറിലുള്ള വാല്യൂ. സോ 12 ഡിവൈഡ് ബൈ 10. അപ്പോൾ 12 ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.2 ആണ് കിട്ടുക. ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുമ്പോൾ അതിനെ താഴേക്ക് എടുക്കും, അതായത് 1 മാത്രം നമുക്ക് അവിടെ എടുക്കാം. സോ നം ഈക്വൽ ടു 1 ആക്കി ഈ കണ്ടീഷനിലേക്ക് പോയി. സോ വൈൽ 1 ഗ്രേറ്റർ ദാൻ 0, അപ്പോഴും കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ഈ ലൂപ്പിനുള്ളിലുള്ള 3 കാര്യങ്ങൾ ചെയ്യാം. സോ ഡിജിറ്റ് ഈക്വൽ ടു നം മോർ 10. നമ്മളിപ്പോൾ 1 ആണുള്ളത്. സോ 1 മോർ 10 ഈസ് 1 ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് ആ 1 എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് കിട്ടി. ദെൻ ടോട്ടൽ പ്ലസ് ഈക്വൽ ടു ഡിജിറ്റ്, ദാറ്റ് ഈസ് ടോട്ടലിൻ്റെ കൂടെ ആ ഡിജിറ്റ് കൂടി ആഡ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ടോട്ടലിൽ എന്തുണ്ട്? 3 + 2 നമ്മൾ നേരത്തെ ചെയ്തു. ഇനി അതിൻ്റെ കൂടെ +1 കൂടി കിട്ടും. അപ്പോൾ നമുക്ക് 6 എന്ന് പറഞ്ഞ ടോട്ടൽ വാല്യൂ കിട്ടി. ദെൻ നം ഈക്വൽ ടു നം ബൈ 10. ഇവിടെ നമ്മൾ 1 ഡിവൈഡ് ബൈ 10 ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.1 ആണ് കിട്ടുക. ഇപ്പോൾ നമ്മൾ ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പം 0.1 എന്ന് പറഞ്ഞാൽ എന്തിലേക്ക് റൗണ്ട് ചെയ്യും? 0ലേക്ക് റൗണ്ട് ചെയ്യും. സോ വൈൽ 0 ഗ്രേറ്റർ ദാൻ 0, കണ്ടീഷൻ ശരിയല്ല, ഗ്രേറ്റർ ദാൻ അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ലൂപ്പിന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ലൂപ്പിനുള്ളിൽ പിന്നെ കയറില്ല, നേരെ ലൂപ്പ് കഴിഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ഇവിടെ വന്നു പ്രിൻറ്റ് സം ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ. അപ്പോൾ ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഈ ഒരു ഇത്രയും പോർഷൻ അത് അങ്ങനെ എഴുതി കാണിക്കുക, സം ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ടു. നെക്സ്റ്റ് കോമ ടു ഈ ടോട്ടലുള്ള വാല്യൂ എന്താണോ അതായിരിക്കും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സം ഓഫ് ദ ഡിജിറ്റ്സ്. റൺ ചെയ്ത് നോക്കാം. 123. സം ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ടു 6. 925 കേട്ടോ. 9 + 2 11 + 5 ഈക്വൽ ടു 16. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ടു ചെക്ക് വെദർ എ 3-digit നമ്പർ ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ. ആംസ്ട്രോങ് നമ്പർ എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മളൊരു നമ്പറിൽ ഓരോ ഡിജിറ്റും എടുക്കുക, ആ ഡിജിറ്റ്സിൻ്റെ ഓരോന്നിൻ്റെയും ക്യൂബ് എടുക്കുക. അപ്പോൾ ക്യൂബ് എടുത്ത് കഴിഞ്ഞ് നമ്മളതിനെ ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത 123യുടെ കേസിൽ 1 + 2 + 3 ഡിജിറ്റ് ചുമ്മാ ആഡ് ചെയ്തിട്ട് സം കാണിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിജിറ്റ് ആഡ് ചെയ്യുകയല്ല, പകരം ഡിജിറ്റിൻ്റെ ക്യൂബ് എടുത്തിട്ട് ആഡ് ചെയ്യുക. ഈ ക്യൂബ് എടുത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ നമ്പർ ഈസ് ആംസ്ട്രോങ് നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് നമ്മളൊരു ഇൻപുട്ട് റെഡി ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന നമ്പർ 153. അപ്പോൾ അതിൽ നമ്മൾ 1 ക്യൂബ് എടുക്കുക, 5 ക്യൂബ് എടുക്കുക, 3 ക്യൂബ് എടുക്കുക, എന്നിട്ട് അത് 3ഉം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 153 തന്നെ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ നമ്പർ ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ. ഫസ്റ്റ് നമുക്ക് ഏത് നമ്പറാണോ ചെക്ക് ചെയ്യേണ്ടത്, ആംസ്ട്രോങ് നമ്പർ ആണോ അല്ലയോ, ആ നമ്പർ ഇൻപുട്ട് ചെയ്യുക. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് എൻ്റർ എ 3-digit നമ്പർ. അത് നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തു? നമുക്ക് ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്ന സ്ട്രിങ് ആയിട്ടായിരിക്കും, അതിന് ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്ത് അതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്പറിനെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്ത് ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഇവിടെ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഒറിജിനൽ ഈക്വൽ ടു നം. ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഈ ഓരോ ഡിജിറ്റും സെപ്പറേറ്റ് ചെയ്തു നമ്മൾ, എന്നിട്ട് ഡിജിറ്റിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒറിജിനൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. രണ്ട് ഈക്വൽ ആണെങ്കിലാണല്ലോ ആംസ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒറിജിനൽ ഒറിജിനൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒറിജിനലിൻ്റെ വാല്യൂ നമ്മളൊരു ബാക്കപ്പായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. സോ ഒറിജിനലിലേക്കും ആ നമ്പറിൻ്റെ വാല്യൂ റീഡ് ചെയ്ത വാല്യൂ തന്നെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചു. അപ്പം നമ്മിലും ഒറിജിനലിലും ഇപ്പോൾ ഫസ്റ്റ് ഒരേ വാല്യൂ തന്നെ ഉണ്ടാവും. ഇനി നമ്മുടെ ലൂപ്പിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ ഈ നമ്പറിനെ അപ്ഡേറ്റ് ചെയ്യും, NUM എന്ന് പറഞ്ഞ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ ഒറിജിനലിൽ പഴയ വാല്യൂ അവിടെ നമ്മൾ ബാക്കപ്പായിട്ട് കീപ്പ് ചെയ്ത് വെക്കുന്നു. ഈ നെക്സ്റ്റ് ടോട്ടൽ ഈക്വൽ ടു 0, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തിനായിരുന്നു? സം ഓഫ് ഡിജിറ്റ്സിൻ്റെ കേസിലും ഓരോ ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിച്ച വേരിയബിളാണ് ടോട്ടൽ എന്ന് പറഞ്ഞത്. ടോട്ടൽ ആദ്യമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ഈക്വൽ ടു 0 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. ഇനി രണ്ട് പ്രോഗ്രാംസ് നമ്മൾ നോക്കിയാൽ നമുക്ക് മെയിനായിട്ട് ഒരൊറ്റ ഡിഫറൻസ് ഇതിൽ കാണാൻ പറ്റും. ഈ ലൂപ്പിൻ്റെ കണ്ടീഷൻ സെയിം ആണ്, ഈ ഡിജിറ്റ് കണ്ടുപിടിക്കുന്നത് സെയിം ആണ്, ഈ നമ്പറിനെ അപ്ഡേറ്റ് ചെയ്യുന്ന സെയിം ആണ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡിഫറൻസ് ഉള്ളൂ. ടോട്ടലിൻ്റെ കൂടെ നമ്മൾ ഡിജിറ്റ് മാത്രമാണ് ആഡ് ചെയ്തത്. ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യും? ടോട്ടലിൻ്റെ കൂടെ ഡിജിറ്റ് **3 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതാണ് എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേറ്റർ. സോ ഡിജിറ്റ് റേസ് ടു 3. അപ്പോൾ ഡിജിറ്റിൻ്റെ ക്യൂബ് എടുത്തിട്ട് ടോട്ടലിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇവിടെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഡിജിറ്റ് മാത്രം ക്യൂബിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഗ്രാം മനസ്സിലാക്കി നമുക്ക് രണ്ടാമത്തത് സുഖമായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ സിംഗിളി ഡിജിറ്റ് ആഡ് ചെയ്തു, ഇവിടെയാണെങ്കിൽ നമ്മൾ ഡിജിറ്റിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ച് ഈ ടോട്ടലിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോയി. ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഡിജിറ്റ് **3. അപ്പോൾ ഡിജിറ്റ് കണ്ടുപിടിച്ചു, **3 എന്ന് പറയുമ്പോൾ അതിൻ്റെ
ക്യൂബ് കണ്ടുപിടിച്ചു, ഡിജിറ്റ് റേസ് ടു 3 ആണ് അതിൻ്റെ മീനിങ്, എന്നിട്ട് ടോട്ടലിൻ്റെ കൂടെ ആഡ് ചെയ്തു. മുകളിൽ ചെയ്ത് അതേ ലോജിക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ക്യൂബ് കണ്ടുപിടിക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുത്ത നമ്പർ 153 ആണെന്ന് കരുതുക. വൈൽ 153 ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ, 0യേക്കാളും വലുതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ഡിജിറ്റ് 153/10 ചെയ്ത ക്വോഷ്യൻ്റ് ഈക്വൽ ടു 15 ആൻഡ് റിമൈൻഡർ ഈക്വൽ ടു ഇത് കിട്ടും 3 കിട്ടും. സോ റിമൈൻഡർ വാല്യൂ ഈസ് 3. അപ്പോൾ ഈ 3 ആയിരിക്കും നമ്മളുടെ നമ്പോട്ടൻ റിസൾട്ടായിട്ട് കിട്ടുക. സോ ഡിജിറ്റ് ഈക്വൽ ടു നമുക്ക് 3, അതായത് 153ലെ ലാസ്റ്റ് ഡിജിറ്റ് 3 നമുക്കിവിടെ കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ പ്ലസ് ഈക്വൽ ടു ഡിജിറ്റ് സ്റ്റാർ 3 സ്റ്റാർ 3. അപ്പോൾ ഇവിടെ ഡിജിറ്റ് എടുക്കുക, റേസ് ടു 3 എടുക്കുക. ഇപ്പോൾ ഡിജിറ്റിൽ ഓൾറെഡി 3 ഉണ്ട്. സോ 3 റേസ് ടു 3, അപ്പോൾ 3യുടെ ക്യൂബ് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി, 3 × 3 × 3 3 3 9 × 3 27 കിട്ടി. സോ ടോട്ടലിലേക്ക് ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് 27. ടോട്ടലിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി, 20 0 പ്ലസ് 27. അപ്പോൾ 27 എന്ന് പറഞ്ഞ വാല്യൂ ആയി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നം ഈക്വൽ ടു നം ഫ്ലോർ ഡിവിഷൻ ബൈ 10. സോ നമ്പറിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, 153 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ താഴേക്ക് റൗണ്ട് ചെയ്തിട്ടായിരിക്കും എടുക്കുക. 153 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 15.3 അല്ലേ കിട്ടുക. താഴേക്ക് റൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായി, 0.3 നമ്മൾ കളഞ്ഞു. നമ്മളുടെ ആൻസർ 15 മാത്രം. സോ നം ഈക്വൽ ടു 15 ആയി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകണം, വീണ്ടും നമ്മളുടെ കണ്ടീഷനിലേക്ക് പോകണം. വൈൽ നം ഗ്രേറ്റർ ദാൻ 0, നമ്മളിപ്പോൾ എന്തുണ്ട് 15 ആണുള്ളത്. അപ്പോൾ 15 ഗ്രേറ്റർ ദാൻ 0 ആണ് കണ്ടീഷൻ ട്രൂ. സോ ഡിജിറ്റ് ഈക്വൽ ടു 15 mod 10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഉത്തരം, ക്വോഷ്യൻ്റ് ഈസ് 1 ആൻഡ് റിമൈൻഡർ എന്തായിട്ട് മാറി, 5 ആയിട്ട് മാറി. സോ ഡിജിറ്റ് ഈക്വൽ ടു 5, അതായത് 15ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് കിട്ടി 5. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഡിജിറ്റ് റേസ് ടു 3. ടോട്ടൽ ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്, 27 ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഈ 27ൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്, 27 പ്ലസ് 5 റേസ് ടു 3, അതായത് 5 സ്റ്റാർ 3. അപ്പം 5 റേസ് ടു 3 എന്ന് പറയുമ്പോൾ 125 കിട്ടും. 125 പ്ലസ് 27 നമുക്ക് ചെയ്ത് കഴിയുമ്പം 152 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 152. ഇനി നെക്സ്റ്റ് നം ഈക്വൽ ടു നം ബൈ 10. നമ്മൾ ഫ്ലോർ ഡിവിഷൻ ചെയ്യുന്നു. നമ്പറിലെ വാല്യൂ ഇപ്പം എന്താ, നമുക്ക് 15 ആണ് നമ്മളുടെ വാല്യൂ. സോ 15നെ ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.5 കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങോട്ടേക്ക് റൗണ്ട് ചെയ്യുക, താഴത്തെ വാല്യൂയിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 0.5 നമ്മൾ കളഞ്ഞു. നമ്മളുടെ ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. ഇത് നമ്മൾ വീണ്ടും ലൂപ്പിലേക്ക് പോയി. മുകളിൽ കണ്ടീഷനിലെത്തി, വൈൽ 1 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ട്രൂ ആണ്. എന്ത് ചെയ്യുക, ഡിജിറ്റ് ഈക്വൽ ടു നം mod 10. അപ്പോൾ ഇവിടെ 1 mod 10 ആണ് ചെയ്യേണ്ടത്. സോ 1 mod 10 എന്ന് പറഞ്ഞാൽ എന്താ, 1 ഡിവൈഡഡ് ബൈ 10 എടുക്കുക. ക്വോഷ്യൻ്റ് ഈസ് 0 ആൻഡ് റിമൈൻഡർ ഈസ് 1. അപ്പോൾ നമുക്കിവിടെ ഡിജിറ്റിൻ്റെ വാല്യൂ 1 തന്നെ കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ടോട്ടൽ ഈക്വൽ ടു ഇപ്പോൾ കറൻ്റ് ടോട്ടൽ എത്രയുണ്ടോ അതിൻ്റെ കൂടെ പ്ലസ് ഡിജിറ്റ് സ്റ്റാർ 3. അപ്പോൾ ഈ 152 ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. 152ൻ്റെ കൂടെ എന്ത് ചെയ്യണം, 152ൻ്റെ കൂടെ പ്ലസ് എന്ത് ചെയ്യുക, 1 സ്റ്റാർ 3. 1ൻ്റെ ക്യൂബ് കണ്ടുപിടിച്ചു, അതും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 153 കിട്ടി. ദെൻ നം ഈക്വൽ ടു നം ബൈ 10. ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി എന്താ ഉള്ളത്, 1 ആണുള്ള വാല്യൂ. സോ 1നെ ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0.5 കിട്ടും. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് നമ്മൾ റൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, 0 ആയി. എന്നിട്ട് നമ്മൾ വീണ്ടും കണ്ടീഷനിലേക്ക് എത്തി, വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0. അവിടെ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ഈ വൈലിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ഞാൻ അതിനുള്ളിൽ കയറാൻ പറ്റില്ല, ബിക്കോസ് കണ്ടീഷൻ ഈസ് ഫോൾസ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരിക, ഈഫിലേക്ക് എത്തും. ഈഫ് ടോട്ടൽ ഈക്വൽ ടു ഒറിജിനൽ. ടോട്ടലിൽ ഇപ്പോൾ എന്തുണ്ട്, നമുക്ക് 153 കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ എന്തുണ്ട്, നമ്മൾ ആദ്യം റീഡ് ചെയ്ത വാല്യൂ തന്നെ നമ്മൾ ഒറിജിനൽ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ടോട്ടലും ഒറിജിനലും എടുത്തു. രണ്ടും സെയിം ആണോ എന്നുള്ള കമ്പാരിസൺ ഓപ്പറേഷനാണ് ഈ 2 ഈക്വൽ ടുവിൻ്റെ മീനിങ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് പ്രിൻറ്റ്സ് ഇറ്റ് ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിലോ, നമ്മുടെ എൽസിലേക്ക് പോയി പ്രിൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. ഈഫിൻ്റെ എൻഡിലും എൽസിൻ്റെ എൻഡിലും എന്തുണ്ട്, കോളൻ സിമ്പിൾ ഉണ്ട്. അതുപോലെ വൈൽ കണ്ടീഷൻ്റെ എൻഡിലും കോളൻ സിമ്പിൾ ഉണ്ട്.
ഇനി ഈ വയലിനുള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കണ്ടോ ഒരേ സ്പേസ് ഇട്ടിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. പൈത്തണിലെ ഇൻഡൻറ്റേഷൻ നമ്മൾ കുറച്ചുകൂടി ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഓരോന്നും ഓരോ ലെവലിൽ കിടന്നാൽ ഈ വൈൽ ലൂപ്പിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നുള്ളത് ഇൻ്റർപ്രറ്ററിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എറർ വരും. അപ്പോൾ ഈ വൈൽ ലൂപ്പിനുള്ളിൽ ചെയ്യേണ്ടതാണ് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഒരേ ഇൻറ്റൻറ്റ് കൊടുത്ത് ഒരേ ലെവലിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഈഫിൻ്റെ കേസിലാണെങ്കിലും എൽസിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ സെയിം ഇൻറ്റൻറ്റിൽ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. റൺ ചെയ്യാൻ നോക്കാം. 153. ഇറ്റ് ഈസ് ആൻ ആംസ്ട്രോങ് നമ്പർ. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 326. ഇറ്റ് ഈസ് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ.